ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്റർസ്റ്റെല്ലാറിന്റെ നമ്മുടെ ഐമാക്സിലുള്ള റീ റിലീസിന്റെ എന്റെ എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. ഐമാക്സിലല്ല, ഒരുപാട് തിയേറ്ററുകളിൽ 4K ഡോൾബി അറ്റ്മോസിലൊക്കെ ഒരുപാട് തിയേറ്ററുകളിൽ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. 10th ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഇത് കഴിഞ്ഞ ഡിസംബറിലോ നവംബറിലോ ആക്ച്വലി ഇന്ത്യയിലും ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷെ എവിടെ എന്തോ പുഷ്പയോ അങ്ങനെ ഏതൊക്കെ വലിയ പടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഐമാക്സ് ഒന്നും കിട്ടാത്തത് കൊണ്ട് ഈ ഒരു സമയത്തേക്ക് മാറ്റി വെച്ചിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഗംഭീരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്നെ സംബന്ധിച്ച് ഈ ഒരു പടം ഐമാക്സിൽ കാണുമ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആക്ച്വലി ഞാൻ ഇത് കാണാണ്ട് വെച്ചിരിക്കുന്ന ഒരു സിനിമയായിരുന്നു ഇന്റർസ്റ്റെല്ലാർ എന്ന് പറയുന്നത്. എല്ലാവരും കണ്ടിട്ടും ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള സിനിമ എന്നൊക്കെ പറഞ്ഞിട്ടും കാണാണ്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു. എന്തെങ്കിലും തിയേറ്റർ റിലീസ് വരുന്ന സമയത്ത്, എന്തായാലും അങ്ങനത്തെ റീ റിലീസുകളുടെ പരിപാടികളൊക്കെ ഉണ്ടാവുന്നുണ്ട് മിക്കവാറും. അങ്ങനെ തിയേറ്റർ റിലീസ് വരുന്ന സമയത്ത് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, തൃപ്രയാർ ആ ഒരു ഏരിയയിലാണ്. എനിക്ക് ഏറ്റവും അടുത്ത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കൊച്ചിയിൽ ഐമാക്സ് ഇപ്പം തന്നെ തുടങ്ങിയിട്ടേ ഉള്ളൂ. പുഷ്പയോട് കൂടിയിട്ടാണ് അത് സ്റ്റാർട്ട് ചെയ്ത് തോന്നണു. എന്നെ സംബന്ധിച്ച് ഐമാക്സിൽ തന്നെ ഈ ഒരു സിനിമ കാണാൻ പറ്റിയെന്നുള്ളതാണ്. ഞാൻ എന്താ പറയുക, എനിക്ക് ആ ഒരു സന്തോഷം ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഈ ഒരു സിനിമയിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ ഒരു സിനിമ 10-11 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ഇന്നും കാണുമ്പോൾ ഫ്രഷ്നെസ്സിന്റെ അങ്ങേയറ്റം നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് ഈ ഒരു സിനിമയുടെ വിജയം എന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ അന്തകാലത്ത് ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള പടമാണ്. നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അത് ഇപ്പോഴാണ് ഐമാക്സ് ഒക്കെ ഇവിടെ കൂടുതലും എന്താ പറയുക ആൾക്കാർക്ക് ആക്സസബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറിയിട്ടുള്ളൂ. അതും അന്തകാലത്ത് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോഴും ആ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ നോളൻ എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യം കൂടിയില്ല. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിസ്റ്റഫർ നോളൻ സിനിമ എന്ന് പറയുന്നത് ഇൻസെപ്ഷൻ ആണ്. ആ ഒരു സിനിമയും കൂടി ഇതേപോലെ കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വളരെയധികം തൃപ്തനാണ്. ഈ ഒരു സിനിമ പക്ഷേ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു തിയേറ്റർ അനുഭവമായിരിക്കും. കാരണം ഐമാക്സിൽ ഇങ്ങനെ ഒരു സിനിമ കാണുക എന്നൊക്കെ പറയുന്നത്, അതും ഒരു സാധാരണ സ്ലോ പേസ് സൈഫൈ മൂവി എന്ന് പറയുന്ന ആ ഒരു സാധനം 2 മണിക്കൂർ 50 മിനിറ്റ് ഉണ്ട്. സാധാരണ ഇംഗ്ലീഷ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം മാക്സിമം 2 മണിക്കൂർ 2.25 മണിക്കൂർ. പക്ഷേ ക്രിസ്റ്റഫർ നോളന്റെ സിനിമകളെല്ലാം നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ തന്ന് എന്തായാലും 2.5 മണിക്കൂറിന് മുകളിൽ ഉണ്ടാകുന്ന സിനിമകൾ തന്നെയാണ് എല്ലാ സിനിമകളും. ആകെ ടെനറ്റ് മാത്രമാണ് 2.25 മണിക്കൂറുള്ളൂ തോന്നുന്നു ഞാൻ കണ്ടതിൽ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നത് കേട്ടോ. ബാക്കിയുള്ള എല്ലാ പടങ്ങളും ഗംഭീര വർക്കുകളെല്ലാം 2.5 മണിക്കൂറിന് മുകളിലുള്ള എല്ലാ ഡീറ്റെയിലിംഗ് ഉള്ള പടങ്ങളെല്ലാം ഈ ഒരു ടൈം ലെങ്ത് ഉള്ളതാണ്. അടുത്തത് പറയാനുള്ളത് ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക്. നമ്മളെല്ലാവരും എല്ലാ ദിവസത്തിലും ഒരു തവണയെങ്കിലും ഇന്റർസ്റ്റെല്ലാറിലെ മ്യൂസിക് കേൾക്കാതെ പോകുന്ന ഒരു സമയം ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ ഒരു മ്യൂസിക് ഏതെങ്കിലും ഒരു റീൽസ് വഴി നിങ്ങൾ കേൾക്കുന്നുള്ളത് ഉറപ്പാണ്. അത്രയധികം ഗംഭീരമായിട്ട് സ്ലോ ബേൺ എന്നല്ല പറയുക അതിനെ, എന്തോ അഡിക്ഷനാണ് അതിൻ്റെ ആ ഒരു മ്യൂസിക്കിനോട്. അത് ഞാൻ പറഞ്ഞ പോലെ ഹാൻസ് സിമ്മറിനെ കുറിച്ചൊന്നും ഒരാൾക്കും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാം ക്രിസ്റ്റഫർ നോളന്റെ ഓൾമോസ്റ്റ് മിക്കപ്പെട്ട സാധനങ്ങളും ഇങ്ങേരുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, മ്യൂസിക് വർക്കുകൾ വന്നിട്ടുള്ളത്. അതുപോലെ അന്നും ഇന്നും അങ്ങേര് ഫ്രഷ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു മ്യൂസീഷ്യൻ കൂടിയാണ്. ഇന്നും മലയാളത്തിലൊക്കെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമകളിലേക്കൊക്കെ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ്. അപ്പൊ തന്നെ അങ്ങേരുടെ ആ ഒരു റേഞ്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ആ ഒരു സാധനമൊക്കെ ഉണ്ടല്ലോ മോനെ, ഇതൊക്കെ ഇങ്ങനെ ഐമാക്സിൽ കണ്ട് ആ ഒരു തിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സൈക്കിക് എഫക്റ്റ് ഉണ്ട്. എൻ്റെ അമ്മ, ഒരു അഡിക്ഷൻ ലെവൽ എന്നൊക്കെ പറഞ്ഞാൽ വേറെ മാതിരി പരിപാടി. ഇവരുടെ ആ ഒരു ജേണി ആണെന്നുണ്ടെങ്കിലും അവിടെയുള്ള വിഷ്വൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്കതറിയില്ല എങ്ങനെ പറഞ്ഞു തരണ്ടെന്നുള്ളത്. ഈ ഒരു സിനിമ ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 90% ആൾക്കാർ സിനിമ ലവേഴ്സും കണ്ടിട്ടുണ്ടാവും എന്നറിയാം. പക്ഷെ ഇത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴെങ്കിലും നിങ്ങൾ ഈ ഒരു സിനിമ തിയേറ്റർ എന്നല്ല ഞാൻ പറയാം, ഐമാക്സ് എന്ന് കാണാനേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സ്ക്രീന് ഐമാക്സ് സ്ക്രീനാണ് ട്രിവാൻഡ്രത്തുള്ളത്. അവിടെ അടുത്തുള്ളവർക്ക് അവിടെ പോയി കാണാം. ഇപ്പോൾ മിഡ് ഏരിയയിലുള്ളവർക്ക് കൊച്ചിയിൽ വന്നിട്ട് കാണാം. ഇപ്പോൾ പാലക്കാട് തമിഴ്നാട് ബോർഡറിനടുത്ത് നിൽക്കുന്നവർക്ക് തമിഴ്നാട് കോയമ്പത്തൂർ ഐമാക്സ് ഉണ്ട്, അവിടെ പോയി കാണാം. സാധാ തിയേറ്ററിൽ കാണുന്നതിന് പകരം ഐമാക്സിൽ കാണുന്ന പെർഫെക്ഷൻ ഉണ്ടല്ലോ, അതൊരു രക്ഷയില്ല.
ഡ്യൂൺ എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. റീസെന്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള ദ ബെസ്റ്റ് വിഷ്വൽ തോന്നിയിട്ടുള്ളൊരു പടമാണ് എനിക്ക് ഡ്യൂണ്. അതൊക്കെ നിങ്ങൾ ഐമാക്സിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ റേഞ്ച്, ഐമാക്സിന്റെ റേഞ്ച് എന്താണെന്നുള്ളത് മനസ്സിലാവും. അതും ഈ ഒരു സിനിമ ഇന്റർസ്റ്റെല്ലാർ 2014 അത് 13 14 എങ്ങാണ്ടാണ് ഈ ഒരു സിനിമ ഐമാക്സിൽ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഒരു രക്ഷയില്ല. ട്രാൻസിഷൻസ് ഒക്കെ വരുന്ന സമയത്ത് പൊളി സാധനം എന്നൊക്കെ പറഞ്ഞാൽ പൊളി സാധനം. അത് നമ്മൾ അറിയാണ്ട് അതിലങ്ങോട്ട് ലയിച്ചങ്ങ് പോവാന്നൊക്കെ പറയില്ലേ. 2 മണിക്കൂർ 50 മിനിറ്റ് ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് പടം കണ്ട് ലയിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ പടങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഡയറക്ടർമാരിൽ ഒരാളുടെ പേര് ക്രിസ്റ്റഫർ നോളൻ ആയിരിക്കും. കാരണം അങ്ങനത്തെ പടമൊക്കെ കണ്ണ് ചിമ്മിക്കഴിഞ്ഞാൽ മനസ്സിലാവും കൂടിയില്ല, അത്തരത്തിലുള്ളൊരു സാധനം. അതുകൊണ്ട് നമ്മൾ എന്തായാലും കണ്ണ് തുറന്നു തന്നെ ഇരിക്കും എന്താണ് സംസാരിക്കുന്നത്. ഓരോ വേർഡ്സിന് വരെ ഭയങ്കര പ്രാധാന്യം ഉണ്ടാകുന്ന സിനിമകളാണ്. അതും ഞാൻ ആദ്യമായിട്ട് കാണുന്നതും കൂടി കൊണ്ട് ഞാൻ ഭയങ്കര കണ്ണെടുക്കാതെ ഇങ്ങനെ സൂക്ഷിച്ചിരുന്ന് കണ്ടിട്ടുള്ള ഒരു സാധനം. എൻ്റെ പൊന്നു ചങ്ങായി, ഒരു രക്ഷയില്ല. ഞാനിവിടെ തൃശ്ശൂർ ടിക്കറ്റൊക്കെ കിട്ടുമെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ സാധാരണ തിയേറ്ററുകളാണ്. പക്ഷെ അവിടെ ഒരു അജാതി ബുക്കിംഗ്. അതും മലയാളത്തിലെ ഏതൊക്കെയോ കുറേ പടങ്ങൾ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ പടം കളിക്കുന്നുണ്ട്, ജോജുവിന്റെ പടം കളിക്കുന്നുണ്ട്, വേറെ ആരുടെയൊക്കെ പടങ്ങളൊക്കെ കളിക്കുന്നുണ്ട്. പക്ഷെ പിന്നെ അതുപോലെ മമ്മൂക്കയുടെ വടക്കം വീരഗാഥയുടെ റിലീസ് കളിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഈ ഒരു സിനിമയ്ക്കാണെന്നാണ് തോന്നുന്നത്. ഐമാക്സിൽ പിന്നെ പറയും കൂടി വേണ്ട, നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ ബുക്കിംഗ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ജനുവരി മിഡോടുകൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ജനുവരി അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് സോൾഡ് ഔട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഒരു സമയത്തൊക്കെ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ വളരെ കൃതാർത്ഥനായിട്ടുള്ള, എന്താ ഞാൻ പറയുക, ഇതിൻ്റെ ഒരു സംഭവം എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. സിനിമയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയേണ്ട ആവശ്യമുണ്ട് തോന്നുന്നില്ല. ഇനിയിപ്പോൾ പറഞ്ഞിട്ടും വലിയ സംഭവം ആവാനൊന്നുമില്ല. ഞാനിതെൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും, കാണാത്തവരാണെങ്കിലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിലും നിങ്ങൾ ഐമാക്സ് എന്ന് കാണുക. ഐമാക്സ് എന്ന് കാണുന്ന ആ ഒരു റേഞ്ച് ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. പ്ലീസ് ഗോ വാച്ച് ഇൻ ഐമാക്സ് എന്ന് എനിക്ക് പറയുള്ളൂ. ആ ഒരു സ്കോറൊക്കെ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈക്കിക് ഫീല് കിട്ടും നമുക്ക്. ഇങ്ങനെ സ്ലോ അഡിക്ഷൻ ഇങ്ങനെ ആയി ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും വേറൊന്നും പറയാനില്ല. സോ നിങ്ങൾ ഈ ഒരു സിനിമ ഐമാക്സിലൊക്കെ നിങ്ങൾ ഇതിന് മുമ്പ് എങ്ങാനും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് കേരളത്തിലാണ് ഇത്ര ഈ ഒരു സമയമായിട്ടുള്ളൂ ഐമാക്സ് ആക്സസ് ചെയ്യാൻ. ഇപ്പൊ കേരളത്തിന് പുറമെ ഹൈദരാബാദിലുള്ളവരൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, റീ റിലീസ് ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ ഗോ ആൻഡ് വാച്ച് മക്കളെ ഇൻ ഐമാക്സ്. വേറെ ലെവൽ.